തോക്കും കൊണ്ട് നമ്മളെ വെടിവെച്ച നമ്മൾ ചാവു വെച്ചാ മിഞ്ചേച്ചി പറഞ്ഞ ചാവുന്ന്. എന്തിനാടി എന്റെ മോളെ പറഞ്ഞു പഠിപ്പിക്കണേ? ഇനി അങ്ങനൊന്നും ഉണ്ടാവരുന്ന് അയാളോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ. അച്ഛന് പേടില്ല അയാളെ? ഇരുട്ടതിന് മുമ്പ് പോയിക്കോടി. കൂട്ടാത്തിൽ അരപ്പ് കൂട്ടിട്ട് പോവാം. അരപ്പൊക്കെ ഞാൻ കൂട്ടിക്കോളാം, നീ പൊയ്ക്കോ. ഇടവഴി കൂടെ പോകാനുള്ളതാ. എനിക്ക് പേടിയൊന്നുമില്ല, ചെറിയച്ഛനെ പോലെ. എനിക്കെന്താ പേടി? എനിക്കൊരു പേടിയില്ല. എനിക്കറിയാം, അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്ത്? എല്ലാം. എന്നോട് കൂറുള്ള നാത്തുമാരുണ്ടെങ്കിൽ എനിക്ക് എന്തായി തിരിച്ചതിന്റെ ഞാൻ ചെല്ലി അമ്മ നോക്കി നോക്കി കണ്ട്. ഇതെന്താ പകലും ടോർച്ചടിച്ചാ നടക്കണേ? വേണ്ട വേണ്ട, പൊയ്ക്കോ, ഞാൻ പതുക്കുള്ളൂ, നേരം തെറ്റണ്ട. എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതിനാ ഓടി വന്നത്. ശാരദടുത്ത് എന്തിനാ എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കണേ? അതിനു മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? സ്നേഹിച്ചു, അങ്ങനെ ഒരു തെറ്റ് പറ്റി, എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തില്. എന്നുവെച്ചാൽ ആരുടെയും വഴി മുടക്കിയിട്ടില്ല. ഓ, അതൊന്നും കാര്യാക്കണ്ട. എല്ലാരോടും പറഞ്ഞോട്ടെ, എന്റെ മോളോട് ഇതൊക്കെ പറയണോ? അവൾ എന്നെ ചീത്ത. വല്ലപ്പോഴും ഇങ്ങനൊരു വാക്കും മിണ്ടൂന്നല്ലാണ്ട് മണിയേട്ടന്റെ വീട്ടിൽ പോലും ഞാൻ വരാറുണ്ടോ? എന്നിട്ട് ഞാൻ പിന്നെയും വട്ടം കറക്കാത്രേ. മണിയേട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടോ? ഏടത്തിന്റെ സ്വഭാവം അറിയാലോ. എന്നെ ഏടത്തിക്കും അറിയാലോ. കിട്ടാത്തത് കിട്ടുന്ന മോഹമില്ല, വിഷമമില്ല. ഞാനെന്തിനാ വിഷമിക്കണേ? ഈ ജീവിതം മുഴുവൻ ഓർത്തോർത്ത് കഴിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിൽ. ഈ ഇടവഴി കളിച്ചു നടന്നതും വളർന്നതും ഒരുമിച്ച് സ്കൂളിൽ പോയതും പിന്നെ കള്ളന്മാരെ പോലെ പതുങ്ങി നിന്ന് എന്നെ പിച്ച് മാന്തും ഇപ്പോ ഇതുപോലെ ഇടയ്ക്കൊന്ന് കാണുമ്പോ ഒന്ന് ചിരിക്കുക, ഒരു വാക്ക് മിണ്ടുക, അത്രയൊക്കെ മതി എനിക്ക്. അല്ലാണ്ട് വിഷമിക്കൊന്നും വേണ്ട, സാരമില്ല. സരോജം, എനിക്കും അത്രയൊക്കെ മതി ഇനിയുള്ള കാലം. വല്ല അരണയോ എന്തോ ആയിരിക്കും. അരണയ്ക്ക് പച്ച നിറാണോ? ഞാൻ ശരിക്കും കണ്ടുവന്നേ. കയറി പിടിച്ചിരുന്നെങ്കിലോ? പച്ചലപ്പാമ്പല്ലേ, കടിച്ചാലും വിഷം ഉണ്ടാവില്ല. പച്ചിലപ്പാമ്പാലും പാമ്പ് പാമ്പനല്ലേ. പരീക്ഷത്തിന് തക്ഷയം കടിച്ച എങ്ങനെയാ? ഒരു പുഴുവായിട്ട് വന്നാ. എന്റെ ഭാര്യ വിഷം തൊട്ടത് കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോഴാ. വെള്ളത്തിൽ മൂർക്കും ഉണലിയൊന്നും ഉണ്ടാവില്ലോ, ബക്കറ്റിൽ കയറിയതാ. അന്ന് ഈ ബാലേട്ടനൊക്കെ പറഞ്ഞു നീർക്കൊല്ലി ഇട വിഷം ഉണ്ടാവില്ലെന്ന്. എന്നിട്ടോ നേരത്തോട് നേരം എന്നാ തൊട്ടടുത്തന്റെ മോളിരുന്ന് കളിക്കുക. 2 വയസ്സാ.
അവളെ കാലമ്മ കൂടെ അയഞ്ഞു പോയത്. തൊട്ടില്ലല്ലോ. അതെന്താ? എന്നോടാ പക. എന്നെ എണ്ണ പിടിക്കണം, അത്രേ ഉള്ളൂ. ഇതൊക്കെ ഇവന്റെ അന്ധവിശ്വാസം. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളെല്ലാം കൂടി ഒരു പാമ്പിനെ എറിഞ്ഞു കൊന്നു. അങ്ങനെ എത്രയോ പാമ്പിനെ നമ്മൾ കൊല്ലണു. ഇത് അങ്ങനത്തെ പാമ്പാണോ? എണപ്പാമ്പുകളാ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് വരുമ്പോഴാ. ഈ ബാലേട്ടൻ ഞങ്ങളുടെ പിള്ളേർ സെറ്റ് എല്ലാരും ഉണ്ട്. ഞങ്ങളുടെ ഇടവഴിയില് 2 പാമ്പുകളാണ് ചേർന്നു. നല്ല അസല് മൂർഖൻ. ഞങ്ങള് കല്ലെടുത്ത് ഏറു തുടങ്ങി. ഒന്നിന്റെ തലയ്ക്ക് എന്നെ കൊണ്ടു. സാധനം ചത്തു. എണപ്പാമ്പ് ഞങ്ങളെ നേരെ ഒരൊറ്റ വരവാ. രമ്മേ, എങ്ങനെ ഓടി രക്ഷപ്പെട്ടു എന്ന് ഈശ്വരന്മാർക്ക് മാത്രമേ. സംഗതിയൊക്കെ നേരാ. എന്ന് വെച്ചാൽ ഇപ്പോഴും ആ പാമ്പ് പകയും കൊണ്ട് കിടക്കുക പറഞ്ഞ പക ഇല്ലാണ്ടിരിക്കുവോ? എണപ്പാമ്പിനെ കൊന്നത് അന്നേ രാമമുള്ളവൻ പറഞ്ഞു കടുങ്കയ്യാ ചെയ്തേ അനുഭവിക്കുന്നു. അനുഭവിച്ചില്ലേ? പറഞ്ഞ പോലെ ശരിയായിരിക്കട്ടോ. പാമ്പിന് പകയുണ്ട്. വിവരം വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇടാ മണി, എന്റെ കെട്ടിയുള്ള പാമ്പ് കടിക്കണ്ടേ? ഞാനുണ്ടായിരുന്നല്ലോ എറിയാൻ. അത് നിങ്ങളുടെ കല്ല് കൊണ്ടിട്ടുണ്ടാവില്ല. കൊണ്ടത് എന്റെ കല്ലായിരിക്കും. ആ പാമ്പൊക്കെ ചത്ത് മണ്ണടിഞ്ഞിട്ടുണ്ടാവും. എന്റെ ബാലേട്ട, പാമ്പിനും മനുഷ്യന്റെ ആയുസാ. എന്റെ ദേവനെ കൊത്തിയത് ആ എണപ്പാമ്പാ. അത് ഇപ്പോഴും ഞങ്ങളുടെ ഇടവഴിയിലുണ്ട്. ഇന്ന് നേരത്തെ ആണല്ലോ. മീനിക്കുട്ടിയില്ല അവിടെ? സരോജിനി ഇവിടെ ഇല്ല. എന്തേലും പറയണോ? വേണ്ട. എന്താ അവിടെ? വീട്ടിന്റെ ഒമ്പറത്താണോ കളി? അപ്പുറത്തെങ്ങനെ പോയി കളിച്ചേ? എന്നാ ഇനി അത് വേണ്ട. കളിയും തുള്ളലും. രണ്ടാളും പോയി 4 അക്ഷരം വായിക്കേ. ചെല്ല്. അപ്പുറത്ത് പോയി കളിക്കാം. ദേവനെ, ആരാടെ വീട്ടിലൊരു വിരുന്നുകാരൻ? കറുത്തിട്ടാണോ? എങ്കിൽ പട്ടാമ്പിയിലെ അമ്മാമ്മയുടെ മോന്റെ മോനാ, സുഗുണൻ. അതല്ല, ഇത് വെളുത്തൊരു കോന്തൻ. വെളുത്തിട്ടോ? ആ, എനിക്കറിയില്ല. പോയ ബസ് കിട്ടുമെന്നാ ഞാൻ ആലോചിക്കണേ. ബസ് കിട്ടും. എന്നാ ഞാനിപ്പോ പോവാല്ലേ? സരോജിനി ഒന്നുകൂടെ ആലോചിച്ചിട്ടൊരു മറുപടി പറഞ്ഞാ മതി. എനിക്ക് ആലോചിക്കാൻ ഒന്നുമില്ല. എന്റെ കാര്യം ഞാൻ പറഞ്ഞു. ചെറുപ്പം മുതലുള്ള എന്റെ ഒരു ആശയാ. തങ്കപ്പേട്ടൻ കെട്ടിയെന്ന് കേട്ടപ്പോ എന്റെ ചങ്ക് തകർന്നു പോയി. ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ വരാൻ പോയതാ. പിന്നെ എന്ത് പറ്റി? അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞു ഇവിടെ ഒരു നായരായിട്ട് ബന്ധമുണ്ട്. അതിന്റെ ഇടയില് അപ്പൊ ഇപ്പോഴോ? അച്ഛൻ മരിച്ചു. അതല്ല, ഇപ്പൊ നായരായിട്ട് ബന്ധമില്ലെന്നാ? 2 കുട്ടികളെയും തള്ളയും വഴിയാധാരാക്കാണ്ട് വഴക്കും പിണക്കൊക്കെ കളഞ്ഞ് അവളെ വിളിച്ചോണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കും. ഒത്തുപോവാൻ പറ്റുന്നില്ല സരോജിനി. പറ്റണില്ലെങ്കിൽ വേണ്ട. പക്ഷെ മേലാൽ ഈ ഒരു കാര്യം പറഞ്ഞ് പടി ചവിട്ടരുത്. ഇപ്പൊ കാണിച്ച മര്യാദ കിട്ടില്ല. സരോജിനി
ആരാ മേള്? എന്തോ മുള്ളിയപ്പ തെറിച്ച ബന്ധമൊക്കെ പറയണ്ട്. എനിക്കറിയില്ല. സുരേഷൻ 3-4 പ്രാവശ്യം ചോദിച്ചു ആരാ എന്താന്നൊക്കെ. നീ എന്ത് പറഞ്ഞു? ഞാനെന്താ പറയാ, ഞാൻ പോകുമ്പോ വന്നിട്ടില്ലല്ലോ.